ആനന്ദ്, കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന മാധ്യമപ്രവർത്തകനാണ് ആനന്ദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആനന്ദ്, ഈ 2-3 ദിവസമായി, കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത്തരത്തിലൊരു റൂമർ മാധ്യമപ്രവർത്തകർക്കിടയിൽ നിലനിന്നിരുന്നു. ഇത്തരത്തിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിടാൻ പോവുകയാണ്, BJP-യിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ബോധ്യം കുറേയേറെ മാധ്യമപ്രവർത്തകരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ ആനന്ദിനും അത്തരം കാര്യം അറിയാം എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ പത്മജയെ അനുനയിപ്പിക്കാൻ വലിയ നീക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. KC വേണുഗോപാൽ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ അത്തരം അനുനയ നീക്കങ്ങൾക്കൊന്നും അവർ വഴങ്ങിയില്ല. പോകുന്നതിന് കാരണമായി പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വിശ്വാസയോഗ്യമായ ഒന്നല്ല പത്മജ വേണുഗോപാൽ പറഞ്ഞത് എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ പ്രതിനിധി തന്നെ വ്യക്തമാക്കുന്നത്. അത്തരം നിരീക്ഷണങ്ങളും അതുതന്നെയാണ് ശരിവെക്കുന്നത്. യഥാർത്ഥത്തിൽ BJP-യുടെ കൊടി പിടിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ഒരു വലിയ മുഖമാണ്, കോൺഗ്രസിൻ്റെ ഒരു ബിഗ് നെയിമാണ് എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിരോധത്തിലേക്കല്ലേ പോയിരിക്കുന്നത്? തീർച്ചയായും കോൺഗ്രസ്സിന് വലിയ ഒരു പ്രതിരോധത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംജാതമായിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ സഹോദരനായ K. മുരളീധരന് വടകരയിൽ, ഞാനിപ്പോൾ വടകരയിൽ നിന്നാണ്, കഴിഞ്ഞ ആഴ്ച ഞാൻ വടകരയിലായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീമതി KK ശൈലജയുടെയും ശ്രീ K. മുരളീധരൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ പറ്റിയ, ഇപ്പോൾ മുരളീധരൻ അത് ഒഫീഷ്യലായിട്ട് തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ, എങ്കിലും അവിടെ പല മീറ്റിങ്ങുകളും ഒക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീ K. മുരളീധരൻ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് വരുന്ന ഈ അവസ്ഥയിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ BJP-യിലേക്ക് പോകുന്നത്, ഈ വടകര എന്ന് പറഞ്ഞാൽ അത് പലർക്കും അറിയില്ല. അവിടെ ഈ ഒന്നാമത്തെ പാർട്ടി, അവിടെ UDF-ലെ ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് അല്ല, ഒന്നാമത്തെ പാർട്ടി ലീഗാണ്. ഞാനങ്ങനെ പറയാൻ കാരണം അവിടെയുള്ള മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തിലെയും റെപ്രസെൻറ്റേഷൻ വെച്ചാണ് ഞാനങ്ങനെ പറയുന്നത്. മിക്ക പഞ്ചായത്തിലും UDF-ൽ ഒന്നാം കക്ഷി അല്ലെങ്കിൽ UDF-ൽ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആകുന്നു അല്ലെങ്കിൽ അങ്ങനെ ആ പദവികൾ റൊട്ടേഷൻ ആണെങ്കിൽ പോലും ആദ്യത്തെ അത് കിട്ടുന്നത് ലീഗിനാണ്. അപ്പോൾ അവിടെ മുസ്ലിം വോട്ടർമാരുടെ ഒരു ഗണ്യമായിട്ടുള്ള കോൺസെൻട്രേഷനുള്ള ഈ വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് മലബാറിൽ പല മണ്ഡലങ്ങളിലും അങ്ങനെയുണ്ട്, അതിൽ ടൈറ്റ് ഫൈറ്റായിട്ട് മാറുന്ന, വടകര പോലെയുള്ള ടൈറ്റ് ഫൈറ്റായിട്ട് മാറുന്ന മത്സരങ്ങളിലെല്ലാം കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ ഡെവലപ്മെൻ്റാണ് ഇത് നടക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ ഈ നേതാക്കളൊക്കെ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എനിക്കത്ര ഉറപ്പില്ല ഇത് ശരിക്കും അവരെ തിരിച്ചു കൊണ്ടുവരാനാണോ ശ്രമിച്ചത്, അതെയോ അവരെ അങ്ങോട്ട് തള്ളിവിടുകയാണോ ഇടാനാണോ ശ്രമിച്ചത്? കാരണം കോൺഗ്രസിൽ പലപ്പോഴും ഈ നേതാക്കളൊക്കെ എന്നുള്ള കാര്യമൊക്കെ സംശയിക്കുന്ന ഒരാൾ തന്നെയാണ് ആനന്ദ് പറഞ്ഞു വരുന്നത്, എനിക്കും മനസ്സിലാകുന്നുണ്ട്. അതെ, അപ്പോൾ കോൺഗ്രസ്സിൽ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് 10-12 നേതാക്കൾ, ഇപ്പോൾ CPM-ലേക്ക് പോകുന്നവർ അങ്ങോട്ട് പോട്ടെ, BJP-യിലേക്ക് പോകുന്നവർ അങ്ങോട്ട് പോട്ടെ എന്ന് വെക്കുന്ന ഒരു നേതൃത്വ സമീപനമാണ് കുറേ കാലമായിട്ട് കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഒരു നാഥനില്ലാത്ത അവസ്ഥയുണ്ട്. ആരാണ് കോൺഗ്രസിൻ്റെ അവസാന വാക്ക്? പണ്ട് ഒരു കാലത്ത് K. കരുണാകരനോ അല്ലെങ്കിൽ AK ആൻ്റണിയോ, അതിനുശേഷം ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ പോലും ആ ഒരു പദവിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ആരാണ് വലിയവൻ, ഞാനാണ് വലിയവൻ എന്ന തരത്തിൽ ഇപ്പോൾ മൈക്കിന് വേണ്ടി പോലും കടിപിടി കൂടുന്ന നേതാക്കളുള്ള ഈ സമയത്ത് വേണുഗോപാൽ അവിടെ ദില്ലിയിലിരുന്ന് കേരളത്തിൽ പാർട്ടി പതുക്കെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇവിടെ ഗ്രൂപ്പ് എന്ന് പറയാവുന്ന വലിയൊരു നിര തന്നെ രൂപം കൊണ്ടിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാത്യു കുഴൽനാടൻ മുതൽ AP അനിൽകുമാർ തുടങ്ങി ദീപ്തി മേരി വർഗീസ് തുടങ്ങി എത്രയോ നേതാക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, T. സിദ്ദിഖ് പോലെയുള്ള നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. പക്ഷേ ഈ തൃശ്ശൂർ തന്നെയുള്ള നേതാക്കൾക്ക് പത്മജ പോയത് വളരെ സന്തോഷത്തോടെയാണ് അവരതിനോട് പ്രതികരിച്ചത്. ഞാൻ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർക്കെല്ലാം വളരെ സന്തോഷമാണ്. പോകുന്നവർ പോട്ടെ എന്ന് നേതാക്കൾ വെക്കുന്നത് പോലെ തന്നെ തൃശ്ശൂരൊക്കെ ഒരു സീറ്റ് മത്സരിക്കാൻ കിട്ടുമല്ലോ എന്നാണ് ചില നേതാക്കളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്നും തോന്നുന്നത്. അപ്പോൾ പത്മജ പോയത് കോൺഗ്രസിന് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അത് BJP-ക്ക് പ്രത്യേകിച്ച് അവർക്ക് പറയാൻ പറ്റും. AK ആൻ്റണിയുടെ മകൻ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്, K. കരുണാകരൻ്റെ മകൾ കൂടി ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നപ്പോൾ ഇവിടെ കേരളത്തിൽ BJP കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്യും എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലും ഒക്കെ അഴിച്ചുവിടാൻ BJP-ക്ക് സഹായകരമാകുന്ന
ഒരു കാര്യമാണ്. അത് നാളെ അവർ ചാലക്കുടിയിൽ ഒരു സീറ്റിനായിട്ട് അവർ മത്സരിക്കുമോ എന്നൊക്കെ കണ്ടറിയണം. എനിക്ക് സംശയമാണ്. അവർക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചിട്ട് ജയിക്കാൻ പറ്റാത്ത സീറ്റുകൾ താമര ചിഹ്നത്തിൽ നിന്നാൽ ജയിക്കാൻ എന്തായാലും പറ്റുമെന്ന് സംശയമാണ്. അപ്പോൾ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഒരിക്കലും അത് സാധ്യത കാണുന്നില്ല. അപ്പോൾ അവർ മത്സരിക്കാതെ ഇനിയിപ്പോൾ മറ്റു വല്ല ഡിമാൻഡുമായിരിക്കും വെച്ചിരിക്കുന്നത്. എന്തായാലും അവർക്ക് ഈ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ചില അന്വേഷണമൊക്കെ നേരിടേണ്ടി വരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് തന്നെ ഒരു ഇവിടെ ടൗണിന് വളരെ അടുത്ത് തന്നെ ഒരു പാടത്തിൻ്റെ നടുക്ക് വലിയൊരു വീടും ഒക്കെ ഉള്ള വലിയ സ്വത്തുക്കളൊക്കെ ഉള്ള ഒരു ശ്രീമതി പത്മജ വേണുഗോപാലിനായിട്ട് ഉള്ളതായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യമാണോ ഇനിയിപ്പോൾ BJPക്ക് അങ്ങനെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ ഉപയോഗിച്ച് നേതാക്കളെ പൂട്ടുന്ന ഒരു സമീപനമാണുള്ളത്? ഇപ്പോൾ അങ്ങനെ വല്ലതുമാണോ ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത്? കാരണം അവർ കുറച്ച് നാൾ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചാലും BJPയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിരുന്നു. പെട്ടെന്ന് എന്താണ് ഒരു മാറ്റമുണ്ടായത് എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്.